ഈ ഗൗരവമായ സാമ്പത്തിക പ്രശ്നം ജനങ്ങളോട് പറയണ്ടേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെൻഷൻ ഇപ്പൊ കുടിശ്ശികയാണ്. അപ്പൊ മറിയക്കുട്ടിയാണ് ഏറ്റവും വലിയ ചർച്ച. മറിയക്കുട്ടിക്കൊന്നും ഞങ്ങൾ എതിരല്ല. നിങ്ങൾ മനസ്സിലാക്കൂ, ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ കാലം, ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, ഞങ്ങൾ രാഷ്ട്രീയം പറയേണ്ടെന്ന് വിചാരിച്ചാൽ തുടങ്ങിയത്. പക്ഷേ പ്രതിപക്ഷം എടുത്ത നിലപാട് കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞു പോകും. ഈ കേരളത്തിൽ 500 രൂപ PS അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്ത പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 100 രൂപ വർദ്ധിപ്പിച്ചുള്ളൂ, 600. മറിയക്കുട്ടി ഇപ്പൊ തുള്ളുകയാണ്. എന്റെ വല്യമ്മയുടെ പ്രായമൊക്കെ ഉണ്ട്. ഞാൻ എന്നാലും അവര് വേറെ വിധത്തൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് ഇത്ര തുള്ളുന്നത്? നിങ്ങളെ കൊണ്ട് തുള്ളിക്കുന്ന നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകള് അവരോട് ചോദിക്കണം, 100 രൂപയല്ലേ അവരുടെ കാലത്ത് കുട്ടി തന്നുള്ളൂ? ഈ മറിയക്കുട്ടി അമ്മമാരോട് സ്നേഹമുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ എത്രയാക്കി? 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിയായിരുന്നു. 18 മാസം. ഈ 18 മാസം കുടിശ്ശിക കൊടുത്തു. അതിനുശേഷം ഏതാണ്ട് 122 123 മാസമായി. ഇത്രയും കാലം ഒരു കുടിശ്ശികയുമില്ലാതെ വീട്ടി 60,000 കോടി രൂപ ഇവിടെ തരാതെ വന്നപ്പോൾ 3 മാസം കുടിശ്ശിക വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടിശ്ശിക വരുത്തിയല്ല, ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ മതി. കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യമൊന്നും ചോദിച്ചില്ല. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തരേണ്ട പണം തരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത അത് പെൻഷനെ ബാധിക്കും, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെ ബാധിക്കും, സർക്കാർ ജീവനക്കാരായി പെൻഷൻ പറ്റിയവരെ ബാധിക്കും, ജനപ്രതിനിധികളുടെ അലവൻസിനെ ബാധിക്കും, നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കും, ലൈഫ് മിഷൻ വീടിനെ ബാധിക്കും, പുനർഗേഹം പദ്ധതിയെ ബാധിക്കും.